This is Azria Abubakar, and I'm presenting a seminar on the topic Bearer Services for the paper Data Communication and Optical Fibers. To introduce on the topic, bearer services are network services that provide a channel for transporting user data between endpoints in a communication network. They are essential for enabling the actual transmission of voice, video, text, and other forms of data. Bearer services form the foundation for any kind of end-to-end data transfer, allowing users to send and receive information over various types of communication networks. ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ എൻഡ് പോയിൻറ്റ്സിന് തമ്മിൽ ഡാറ്റ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്ക് സർവീസാണ് ബെയറർ സർവീസസ്. ഏതൊരു ടൈപ്പ് എൻഡ് ടു എൻഡ് ഡാറ്റ ട്രാൻസ്ഫറിനും ഫൗണ്ടേഷൻ ഫോം ചെയ്യുന്നത് ഈ ബെയറർ സർവീസസ് ആണ്. പല ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സിൽ യൂസേഴ്സിന് ഡാറ്റ സെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. Bearer services allow transparent and non-transparent, synchronous or asynchronous data transmission. ഈ ബെയറർ സർവീസസ് അലൗ ചെയ്യുന്ന ഡാറ്റ ട്രാൻസ്മിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് അതേപോലെ തന്നെ നോൺ ട്രാൻസ്പെറൻറ്റ്, സിൻക്രണസ് അതേപോലെ തന്നെ അസിൻക്രണസ് ഡാറ്റ ട്രാൻസ്മിഷൻസ് ആണ് അലൗ ചെയ്യുന്നത്. Now let's look at the transparent bearer services. Transparent bearer services only use the functions of the physical layer to transmit data. The delay and performance is constant if there is no error in transmission. Transmission quality can be achieved through forward error correction, which detects and corrects error in the received data through extra bits. Transparent bearer services do not try to recover lost data. ട്രാൻസ്പെറൻറ്റ് ബെയറർ സർവീസസ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ലെയറിൻ്റെ ഫങ്ഷൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് ഈ ഔട്ടർ ആയിട്ടുള്ള ഫസ്റ്റത്തെ ലെയറിൻ്റെ ഫങ്ഷൻസ്. ഈ ട്രാൻസ്മിഷനിൽ എററൊന്നുമില്ലെങ്കിൽ ഡിലേയും പെർഫോമൻസും ഒന്നും ഇല്ലാണ്ട് അത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രാൻസ്മിഷൻ പോകുക. ഇനി ഫോർവേഡ് എറർ കറക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ട്രാൻസ്മിഷൻ ക്വാളിറ്റിയും അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ട്രാൻസ്പെറൻറ്റ് ബെയറർ സർവീസസ് ലോസ്റ്റ് ഡാറ്റയൊന്നും റീകവർ ചെയ്യില്ല. അതായത് ഒഴിഞ്ഞു പോയ ഡാറ്റാസ് റീകവർ ചെയ്യാൻ അത് ശ്രമിക്കില്ല. Non-transparent bearer services uses protocols of layers 2 and 3 to implement error correction and flow control. These services use the transparent bearer services along with radio link protocol. This protocol includes special mechanisms to retransmit error-prone data. Using transparent and non-transparent services, GSM specifies several bearer services for interworking with PSTN, ISDN, and packet-switched public data networks. Non-transparent bearer services ട്രാൻസ്പെറൻറ്റ് ബെയറർ സർവീസിനെ പോലെ അല്ലാതെ 2-3 ലെയേഴ്സ് യൂസ് ചെയ്തിട്ട് എറർ കറക്ഷൻ അതേപോലെ ഫ്ലോ കൺട്രോളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. റേഡിയോ ലിങ്ക് പ്രോട്ടോകോൾ, ദാറ്റ് ഈസ് RLP, അതേപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ബെയറർ സർവീസസിൻ്റെ സർവീസസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ നോൺ ട്രാൻസ്പെറൻറ്റ് ബെയറർ സർവീസസ് വർക്ക് ചെയ്യുന്നത്. ഈ എറർ ആയിട്ടുള്ള ഡാറ്റാസ് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ മെക്കാനിസംസും ഈ നോൺ ട്രാൻസ്പെറൻറ്റ് ബെയറർ ട്രാൻസ്പെറൻറ്റും അതേപോലെ തന്നെ നോൺ ട്രാൻസ്പെറൻറ്റ് ബെയറർ സർവീസസും യൂസ് ചെയ്തിട്ട് PSTN, ISDN അതേപോലെ തന്നെ പാക്കറ്റ് സ്വിച്ച്ഡ് പബ്ലിക് ഡാറ്റ നെറ്റ്വർക്ക്സ് വെച്ചിട്ട് ഇൻ്റർവർക്ക് ചെയ്യാനുള്ള ഒരുപാട് ബെയറർ സർവീസസ് ഉണ്ട്. Now let's look at the key characteristics of bearer services. Bandwidth or data rate. It refers to the capacity of a bearer service to transmit data. ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെയറർ സർവീസിൻ്റെ കപ്പാസിറ്റിയാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. Quality of service or QoS. It ensures that the data transmission is reliable, timely, and meets specific performance criteria. ഈ QoS എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ ട്രാൻസ്മിഷന് റിലയബിളും ആണ്, അതേപോലെ തന്നെ ടൈമിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പെർഫോമൻസ് ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ എൻഷ്യൂർ ചെയ്യുന്നതാണ് ഈ ക്വാളിറ്റി ഓഫ് സർവീസ്. Latency refers to the time it takes for data to travel from one point to another. ഒരു ഡാറ്റക്ക് ഒരു പോയിന്റിൽ നിന്ന് അപ്പുറത്തൊരു പോയിന്റിലേക്ക് പോകാൻ യൂസ് ചെയ്യുന്ന ടൈമിനെയാണ് ഈ ലാറ്റൻസി എന്ന് പറയുന്നത്. Continuing with the key characteristics, reliability. Bearer services must be resilient to errors, ensuring data is delivered without significant loss or corruption. ഈ ബെയറർ സർവീസസ് ഒരു എററും കൂടെ ഇല്ലാണ്ട് തന്നെ അത് വർക്ക് ചെയ്യേണ്ടതാണ്. എന്താ വെച്ചാൽ ഈ ഒരു ഡാറ്റ ഡെലിവർ ആകുമ്പം അവിടെ ഒരു ലോസോ കറപ്ഷനോ ഒന്നും തന്നെ സംഭവിക്കാതെ നോക്കണം ഈ ബെയറർ സർവീസസ്. കണക്ഷൻ ടൈപ്പ്. ബെയറർ സർവീസസ് ക്യാൻ ഈതർ ബി സർക്യൂട്ട് സ്വിച്ച്ഡ് ഓർ പാക്ഡ് സ്വിച്ച്ഡ്. കണക്ഷൻ ടൈപ്പ് 2 വരുന്നത് ബെയറർ സർവീസസിന്. ഇറ്റ് ക്യാൻ ബി ഈതർ സർക്യൂട്ട് സ്വിച്ച്ഡ്
അതാണ് ഒരു ഡെഡിക്കേറ്റഡ് പാത്തിലേക്ക് കൂടി പോകുന്നത്. അല്ലെങ്കിൽ പാക്കറ്റ് സ്വിച്ച്ഡ്, അത് നിങ്ങൾ ഒരു ഷെയർഡ് പാത്തിലേക്ക് കൂടിയാണ് പോകുന്നത്. Now let's look at the types of barrier services. There are 4 types of barrier services: circuit switched barrier services, packet switched barrier services, virtual circuit based services, and MPLS, that is multi-protocol label switching. Circuit switched barrier services: dedicated communication path between 2 endpoints for the entire duration of the session. ഒരു 2 endpoints തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ മുഴുവൻ ടൈമിലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാത്തിലേക്ക് കൂടി പോകുന്ന ബാരിയർ സർവീസസിനാണ് ഇത് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ടെലിഫോൺ സർവീസസ്, അതേപോലെ TDM, ദാറ്റ് ഈസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് സർക്യൂട്ട്സ്, അങ്ങനത്തെ അതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. Packet switched barrier services: data is broken into packets and transmitted independently, sharing the network resources with other traffic. ഈ ഒരു ബാരിയർ സർവീസിൽ ഡാറ്റ ഇസ് ബ്രോക്കൺ. അത് ഒരു കുറച്ച് പാക്കേജസ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള ട്രാഫിക്സുമായിട്ടും നെറ്റ്വർക്ക് റിസോഴ്സസ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ആൻഡ് ഫോർ ദിസ് ദ എക്സാമ്പിൾസ് വുഡ് ബി ഇൻ്റർനെറ്റ്, ഈതർനെറ്റ്, IP ബേസ്ഡ് നെറ്റ്വർക്ക്സ്, അതേപോലത്തുള്ള സംഭവങ്ങൾ. Virtual circuit based services combines features of both circuit switched and packet switched systems. Data is routed along a predefined path, but transmission is packet based. ഈ വെർച്വൽ സർക്യൂട്ട് ബേസ്ഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് സ്വിച്ച്ഡും അതേപോലെ പാക്കറ്റ് സ്വിച്ച്ഡിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. ഈ ഡാറ്റ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പാത്തിലേക്ക് കൂടിയാണ് പോണത്. ദാറ്റ് ഈസ് സിമിലർ ടു ദ സർക്യൂട്ട് സ്വിച്ച്ഡ് ബാരിയർ സർവീസസ്. പക്ഷേ ഈ ഡാറ്റ ട്രാൻസ്മിഷനിൽ ഈ ഡാറ്റാസ് പാക്കറ്റ് ബേസ്ഡ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സിമിലർ ടു പാക്കറ്റ് സ്വിച്ച്ഡ് ബാരിയർ സർവീസസ്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ എക്സാമ്പിൾസ് ഫോർ ദിസ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഫ്രെയിം റിലേ, അതേപോലെ ATM, ദാറ്റ് ഈസ് എസിൻക്രണസ് ട്രാൻസ്ഫർ മോഡ്, അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ഈ വെർച്വൽ സർക്യൂട്ട് ബേസ്ഡ് സർവീസസിലാണ് വരുന്നത്. MPLS, multi-protocol label switching, a network mechanism that enhances packet-switched services by enabling high-performance routing and fast forwarding of data packets. ഇതൊരു നെറ്റ്വർക്ക് മെക്കാനിസമാണ്. ആൻഡ് ഈ നെറ്റ്വർക്ക് മെക്കാനിസത്തിൽ പാക്കറ്റ് സ്വിച്ച്ഡ് സർവീസസ് ആണ് കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹൈ പെർഫോമൻസ് റൂട്ടിങ്ങും അതേപോലെ ഈ ഡാറ്റ പാക്കറ്റ്സിൻ്റെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഫോർവേഡിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് ഈ പാക്കറ്റ് സ്വിച്ച്ഡ് സർവീസസ് എൻഹാൻസ് ചെയ്യാണ് MPLS ചെയ്യുന്നത്. To conclude on this topic, barrier services are fundamental to the functioning of modern networks. They enable data transfer across mobile, internet, and cloud networks with varying levels of speed, reliability, and quality. As technology evolves, so will barrier services. Innovations in 5G, SDN, NFV, and edge computing will drive new capabilities and efficiencies in network design. അങ്ങനെ ഈ സെമിനാറിൻ്റെ കൺക്ലൂഷനിൽ എത്തിയിരിക്കുകയാണ്. ബാരിയർ സർവീസസ് മോഡേൺ നെറ്റ്വർക്ക്സിൻ്റെ ഫങ്ഷനിങ് വേണ്ടിയിട്ട് ഫണ്ടമെൻ്റലായ ഒരു കാര്യമാണ്. ഈ ബാരിയർ സർവീസസ് ഉള്ളത് കൊണ്ടാണ് ഈ മൊബൈൽ, ഇൻ്റർനെറ്റ്, അതേപോലെ ക്ലൗഡ് നെറ്റ്വർക്ക്സിലൊക്കെ തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. അതും പല തരത്തിലുള്ള സ്പീഡ്, റിലയബിലിറ്റി, ക്വാളിറ്റി, അതുപോലെ അതിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ടെക്നോളജി ഇവോൾവ് ചെയ്യുന്നതിന് അനുസരിച്ച് ബാരിയർ സർവീസസും എന്തായാലും ഇവോൾവ് ചെയ്യും. And that is the end for my seminar on the topic barrier services. Thank you for your keen listening.